നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ്കും സാനിറ്റൈസേഷനും നിർബന്ധമാക്കാൻ വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി വ്യോമയാന മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. നിർദ്ദേശം പാലിക്കാത്ത യാത്രക്കാർക്കെതിരെ വിമാന കമ്പനികൾ നടപടിയെടുക്കുമെന്നും വ്യോമയാന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോവിഡ് കരുതൽ ഡോസ് വിതരണത്തിന്റെ വേഗത കൂട്ടണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കൂടുതൽ പേരിലേക്ക് കരുതൽ ഡോസ് എത്തിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായുള്ള അവലോകന യോഗത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോവിഡ് കേസുകൾ കൂടുകയാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സാക്സന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ തുടർച്ചയായി 12 ദിവസവും 2000-ലധികം കോവിഡ് കേസുകളും ഉയർന്ന പോസിറ്റിവിറ്റി നിരക്കുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കണമെന്ന് വിനയ് കുമാർ ആവശ്യപ്പെട്ടത്. അതേസമയം UAEയിൽ 2 ദിവസമായി തുടരുന്ന പൊടിക്കാറ്റ് ചെറിയ രീതിയിൽ ശമിച്ച സാഹചര്യത്തിൽ വിമാന സർവീസുകൾ സാധാരണ നില വീണ്ടെടുത്തു വരുന്നതായി ദുബായ് എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു. അതേസമയം എല്ലാ വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. ആയതിനാൽ യാത്ര പുറപ്പെടും മുൻപ് വിമാനത്തിന്റെ ഷെഡ്യൂൾ സ്റ്റാറ്റസ് പരിശോധിച്ചോ ട്രാവൽ ഏജന്റുമായി ബന്ധപ്പെട്ടോ സർവീസ് നടത്തുന്ന സമയം ഉറപ്പാക്കണമെന്നും അധികൃതർ അറിയിച്ചു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചു വീശിയ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് വിമാന സർവീസുകൾ താറുമാറായിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തുന്ന 44 വിമാനങ്ങളാണ് റദ്ദാക്കേണ്ടി വന്നതെന്ന് ദുബായ് എയർപോർട്ട്സ് അധികൃതർ അറിയിക്കുകയുണ്ടായി. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ ശേഷമുള്ള സർവീസുകളെയാണ് പൊടിക്കാറ്റ് സാരമായി ബാധിച്ചത്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള സർവീസുകളെ പൊടിക്കാറ്റ് ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 12 വിമാനങ്ങൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കാനാവാതെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. ജബൽ അലിയിലെ ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിലേക്കും തൊട്ടടുത്ത മറ്റു വിമാനത്താവളങ്ങളിലേക്കുമാണ് വഴി തിരിച്ചുവിട്ടത്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് സർവീസുകളെ പൊടിക്കാറ്റ് പ്രതികൂലമായി ബാധിച്ചതായി കമ്പനി അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു.